അക്കാര്യത്തിലൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തീരുമാനമെടുക്കും. ഇപ്പോഴത്തെ പ്രതികരണത്തിനെ ഒരു ആദ്യ പ്രതികരണം എന്ന നിലയ്ക്ക് കണ്ടാൽ മതി എന്നുള്ളതാണ് വസ്തുത. അബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം പുതിയ നേതൃത്വത്തെ ഇവിടെ അവരോധിക്കുമ്പോൾ സ്വാഭാവികമായും അബിൻ വർക്കിയെ ആ കൂടെ പരിഗണിക്കുക എന്ന രീതി ഉണ്ടാവില്ല. പകരം ദേശീയ തലത്തിൽ തന്നെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളുടെ ചുമതല കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നത് തന്നെയായിരിക്കും ഇപ്പോൾ കോൺഗ്രസിന് മുന്നിലുള്ള പദ്ധതി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ദേശീയ സെക്രട്ടറി പദവി ഏറ്റെടുക്കാനില്ല എന്ന പരോക്ഷ സൂചനയൊക്കെയാണ് അബിൻ വർക്കി ഈ ഘട്ടത്തിൽ നൽകുന്നതെങ്കിൽ പോലും ഇപ്പോൾ ഐ ഗ്രൂപ്പിനും അറിയാം ഈ യുദ്ധത്തിൽ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇപ്പോഴത്തെ തീരുമാനത്തിൽ എന്നുള്ളത്. അതിനാൽ തന്നെ തോൽക്കാനുള്ള ഒരു യുദ്ധത്തിൽ വലിയ ആവേശത്തോടു കൂടിയൊന്നും ഐ ഗ്രൂപ്പ് ഇറങ്ങി പുറപ്പെടുന്നില്ല. അവർ ഒരു കരുതലോടുകൂടി തങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു പോകുക എന്ന അതും പറയുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടിയും കരുതലോടുകൂടിയും നീങ്ങുക എന്ന സമീപനമാണ് ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കെ.സി. വേണുഗോപാൽ അടക്കമുള്ളവർക്ക് നൽകുന്ന ഐ ഗ്രൂപ്പിന്റെ ഒരു സന്ദേശമാണ്. പാർട്ടി പിടിക്കാൻ കേരളത്തിൽ സജീവമാകുകയാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അത് വെറുതെ അങ്ങ് അനുവദിച്ചു തരാൻ ഐ ഗ്രൂപ്പ് ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു സന്ദേശം കൂടിയുണ്ട്. കാരണം നേരത്തെ ഐ ഗ്രൂപ്പിന്റെ ഭാഗമായ ഒ.ജെ. ജനീഷിനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി ഇപ്പോൾ അവരോധിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അതും ഐ ഗ്രൂപ്പിനുള്ള തിരിച്ചടി എന്ന നിലയ്ക്ക് തന്നെയാണ് നിലവിലെ ഐ ഗ്രൂപ്പും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകൾ അതിനെ വീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിലൊന്നും മാറ്റമുണ്ടാവാൻ പോകുന്നില്ല എന്ന് അബിൻ വർക്കിയും തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സീറ്റുകൾ പരിഗണിക്കപ്പെടുമ്പോൾ തനിക്കുള്ള ഒരു ക്ലെയിം ഇപ്പോഴേ മുന്നോട്ട് വെക്കുകയാണ് അബിൻ വർക്കി എന്ന വായന കൂടി നമ്മൾ ഇവിടെ നടത്തേണ്ടതുണ്ട്. അജിംസ്, ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് മാറ്റുമ്പോൾ ആ മാറ്റാനിടയായ സാഹചര്യം നമുക്ക് ഓർമ്മയുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കലാപവും സാമൂഹ്യ മാധ്യമങ്ങളും ഉണ്ടായത് കോൺഗ്രസിനകത്തു നിന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം അബിൻ വർക്കിക്കെതിരായ ഈ കടുംപിടുത്തത്തിന് പിന്നിലുണ്ടോ? അത്തരം കാര്യങ്ങൾ കൂടി ഉൾച്ചേർന്നതാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ സാമുദായിക സമവാക്യങ്ങൾ അടക്കം പറയുമ്പോഴും അബിൻ വർക്കി അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് ഷാഫി പറമ്പിൽ MP അടക്കമുള്ളവരാണ്. അബിൻ വർക്കി അടക്കമുള്ളവരുടെ സമീപനങ്ങളോട് ഈ വിഭാഗത്തിന് കടുത്ത അതിർത്തിയുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇടയ്ക്കുള്ള സൈബർ ആക്രമണങ്ങളിൽ അബിൻ വർക്കിക്കെതിരെയും ഒക്കെ തിരിയുന്നത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ രൂപപ്പെട്ട സൈബർ ആക്രമണങ്ങൾ തിരിയുന്നത് നമ്മൾ കണ്ടതുമാണ്. അതുകൊണ്ടൊക്കെ തന്നെ അബിൻ വർക്കിയെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പകരക്കാരനായി വരുന്നത് മാറ്റി നിർത്തുക എന്നത് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചവരുടെ കൂടി ആവശ്യമായിരുന്നു എന്ന കാര്യത്തിലും യാതൊരു വിധത്തിലുള്ള സംശയങ്ങളുമില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെ തലപ്പത്ത് എല്ലാം തന്നെ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവർ വരിക എന്ന് പറയുമ്പോൾ അവിടെ സാമൂഹിക സമവാക്യങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എന്ന വിമർശനം ഉയരും എന്നതുകൂടി കോൺഗ്രസ് നേതൃത്വത്തെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിനെ മറികടക്കാനാണ്, അങ്ങനെ വരും എന്നറിയാവുന്നതുകൊണ്ട് അതിനെ മറികടക്കാൻ കൂടിയാണ് ഐ ഗ്രൂപ്പ് ആദ്യം മുതലേ സ്വാഭാവിക നീതി എന്ന വാദം, സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ ആൾക്കാണ് ആ നീതി ലഭിക്കേണ്ടത് എന്ന വാദം ഉയർത്തിക്കൊണ്ട് വന്നിരുന്നത്. പക്ഷേ അതിനെ നേതൃത്വം അംഗീകരിക്കാതെയാണ് പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതും വസ്തുതയാണ്. അജിംസ്.